ഇന്ന് രാത്രി നീ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം, ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കേണ്ട ഒരു ഭിക്ഷക്കാരനല്ല. മറിച്ച് ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയം തോന്നുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ തകർന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴിയും ഒരു ഗതിയും പരഗതിയും തുറന്നു കിട്ടാതിരിക്കുന്ന സമയത്ത്, 4 വഴിക്ക് നിന്നും നിങ്ങൾ അപ്പാടെ നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന മഹാപ്രതിസന്ധികളുടെ അഗ്നിച്ചൂളകൾക്ക് നടുവിൽ വെന്തെരിഞ്ഞ് ഭസ്മമായി ഇല്ലാതാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത്രയും നിസ്സഹായമായ സാഹചര്യത്തിന്റെ നടുത്തളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത്, ഒരു ദൈവ പൈതല് ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ്, ഞാൻ എവിടെ നിന്നോ വലിഞ്ഞ് വഴി തെറ്റി വലിഞ്ഞു കയറി വന്ന ഒരു പരദേശിയോ അപരിചിതനോ അനാഥനോ അഗതിയോ ആലംബഹീനനോ ആശ്രയമറ്റവനോ അല്ല. മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചം, ഈ ഉലകം, ഈ ഭൂമി, ഈ അണ്ടകടാഹം, ഈ പ്രപഞ്ചത്തെയും താരാജാലങ്ങളെയും നക്ഷത്രജാലങ്ങളെയും സൗരയൂഥങ്ങളെയും ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച മഹാദൈവത്തിൻ്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന മകന്റെ അവകാശം, ആ അവകാശമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ അവകാശം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മുമ്പിലെ വഴികൾ തുറക്കപ്പെടുക. അത് തിരിച്ചറിയുന്നത് വരെ നമ്മൾ ഔദാര്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും. സഹായിക്കണമേ എന്ന നിലവിളികളുമായി നമ്മൾ കാത്തു നിൽക്കും. എന്നാൽ ഇത് അവകാശമാണ്, ഇതെന്റെ അവകാശമാണ്. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. അപ്പൻ ഏത് സാഹചര്യത്തിലും എന്നെ സഹായിക്കാൻ പറ്റുന്ന എൻ്റെ അപ്പനാണ് ദൈവം. ദൈവത്തിൻ്റെതായ വഴിയുണ്ട്. അതായത് മനുഷ്യൻ ഇങ്ങനെ ഇപ്പൊ ഒത്തിരി ആത്മഹത്യകൾ പെരുകുന്ന കാലമല്ലേ. എനിക്ക് ഒരുപാട് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ദൈവം ആത്യന്തികമായിട്ട് ആരെയും അന്തിമമായി കൈവിട്ട് കളയില്ല. ഒരല്പസമയം കൂടെ കാത്തു നിന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. മനുഷ്യന് സാമ്പത്തിക ഞെരുക്കമുണ്ട്. ലക്ഷങ്ങളുടെ കടമുള്ള ആളുണ്ട്, കോടികളുടെ കടമുള്ള ആളുണ്ട്, മില്യൺസ് കടമുള്ള ആളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഇത് അന്തിമമായി, ഇത് അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടില്ല. കുറച്ച് സമയം കൂടെ കാത്തു നിൽക്കുക. ഇപ്പൊ നമ്മൾ കുർബാനയിൽ ചൊല്ലുന്ന ആ പ്രാർത്ഥനയില്ലേ, സർവാധിപൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രെയർ റൂമിൽ ഞാൻ 3 വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. 3 വാക്ക് അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ചാപ്പലില്. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. അതാണ് നമ്മുടെ ദൈവം, അത്യുന്നതനായ ദൈവം. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും മുകളിൽ, എല്ലാവരുടെയും മുകളിൽ.